കൊള്ളാലോ, രാത്രി ടാക്കീസിന്റെ ഡോർ തുറന്നിട്ടാ ഇവിടെ ഇരുന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. നെയ്ബേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. അപ്പൊ ബോറടിക്കില്ലെന്ന് ഉറപ്പായി. പുതിയൊരാള് കൂടി, അപ്പൊ 3. കൊള്ളാം. ഇനി ജനൽപ്പാളികൾ ഒരിക്കലും അടയുകയില്ല. ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലവന്. ഞാൻ സുഖമില്ലാത്ത ആളാണെന്നുള്ള ബോധം പോലും ഇവനില്ല. വാഷളൻ എന്താ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്? ഓ, ഒന്നും പറയണ്ട എന്റെ മോളെ. എന്നെ നോക്കാൻ കൊണ്ടുവന്നവനെ ഞാൻ നോക്കേണ്ട ഗതികേടില്ല. എന്തു പറ്റി? ഉണ്ണി എവിടെ? ഓ, അകത്തോട്ട് വെള്ളം ചൂടാക്ക. ഒരു ഡാമിലെ വെള്ളം ചൂടാക്കേണ്ട സമയം കഴിഞ്ഞു. ഏത് നേരവും വിസ എന്നൊരു ചിന്ത അവനുള്ളു. അല്ല, ഇവരൊക്കെ ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഇവിടെ വെള്ളം ചൂടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഗൾഫിലെ അറബിയുടെ കക്കൂസ കഴുകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പോട്ടാശാനെ, പിള്ളേരല്ലേ. ആശാന്റെ കുളി കഴിഞ്ഞ് ഉണ്ണി ഒന്ന് ടാക്കസിലേക്ക് വിടണം. എന്തിനാ മോളെ? ഇന്ന് മുതൽ ടിക്കറ്റ് ചാർജ് കൂട്ടുവാ. പഴയത് മാറ്റി പുതിയതൊന്ന് എഴുതണം. ഇന്നലെ ഒരുത്തൻ ഏർപ്പാടാക്കിയതാ, അവൻ ഇതുവരെ വന്നില്ല. വിമലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുവാ. മോള് പോയിക്കോ, ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. മറക്കല്ലേ ആശാനെ. ഇല്ല മോളെ, പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. ഓ, ഉണ്ണിക്കിച്ചാ, എടാ ഉണ്ണിക്കിച്ചാ, വരുന്നു. വരുന്നത് ഇങ്ങോട്ട് വാടാ, ചൂടാക്കിയത് മതി. അതെ അതെ, രാവിലെ തീവനി ഫ്ലൈറ്റ്. അല്ല, ഏതാ ഈ പുതിയ ഇറക്കുമതി? കയ്യിലും കാലിലും പാന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ആണാ? ആരാ മനസ്സിലായില്ല? ഞാൻ അബ്ദുൽ, ദുബായ് അബ്ദുൽ. ഇരുന്നാട്ടൊരു കാലി എടുക്കാം. നോ താങ്ക്സ്. ആയിക്കോട്ടെ. ഈ ടാക്കീസിൽ എങ്ങനെയാ, നല്ല കളക്ഷൻ വരാറുണ്ടോ? പിന്നെ കളക്ഷൻ വരാറുണ്ടോന്നോ? ആഴ്ചയിൽ 7 ദിവസം നല്ല കളക്ഷൻ അല്ലേ? അല്ല, ടാക്കീസ് വിലക്ക് വാങ്ങാനും മറ്റോ വന്നാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. അതെന്താ? ഇവിടുത്തെ നാട്ടുകാരത്ര ശരിയല്ല. അതാ മിസ്റ്റർ ഭരതൻ, ഞാൻ ഈ ടാക്കീസ് വാങ്ങാൻ വന്ന ആളൊന്നും അല്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. മനസ്സിലായില്ല. പറയാം. അതായത് എന്റെ ഈ അത്രയുമുള്ള ഗൾഫ് സമ്പാദ്യം കൊണ്ട് ഞാനൊരു ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാ. അതായത് ദുബായ് റിലീസ്. നല്ല കാര്യം. ആദ്യം കൊച്ചു കൊച്ചു തമിഴ് പടങ്ങൾ എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും സഞ്ചരിച്ച് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്കീസില് പണ്ട് ടൈറ്റാനിക് സിനിമ കളിച്ചപ്പോ കപ്പലിന്റെ പകുതി ഭാഗം സ്ക്രീനിലും മറ്റേ പകുതി ഭാഗം കുഞ്ഞുണ്ണിയാസന്റെ മതിലേലും ആയിരുന്നു. അങ്ങനത്തെ തിയേറ്ററാണ് പടം കളിപ്പിക്കുന്നത്. ആട്ടെ, ഏതാ ആദ്യത്തെ സംരംഭം? എൻ പൊണ്ടാട്ടി അവനുക്ക് ലവർ. കൊള്ളാം, ഏപ്പടമാണല്ലേ? തമിഴ്നാട്ടിൽ തുടർച്ചയായി 365 ദിവസം ഓടി സൂപ്പർ ഹിറ്റായ സെക്സ് പടമാണ്. പക്ഷെ ഈ പടം ഇവിടെ കളിപ്പിക്കുന്ന എനിക്ക് തോന്നണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ. എങ്ങനെ? നിങ്ങൾ ഈ പടത്തിന്റെ പേരും പറഞ്ഞ് അവളന്മാരെ പടി ചവിട്ടിയാലുണ്ടല്ല, അവളന്മാരെ ചൂലെടുത്ത് നിങ്ങൾ അടിച്ചോടിക്കും. പിന്നെ നിങ്ങളുടെ പൊണ്ടാട്ടിക്ക് നിങ്ങളുണ്ടാവില്ല, നിങ്ങൾ വേറെ ലവർ അന്വേഷിക്കേണ്ടി വരും. ശരിക്കും? ശരിക്കും. പക്ഷേ മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ നിരാശപ്പെടണ്ട. അധികം താമസിയാതെ എന്റെ മുതലാളി മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ ഇവിടെ ഒരു തിയേറ്റർ പണിയും. അവിടെ ഞാൻ കളിപ്പിക്കും ഉദ്ഘാടന ചിത്രമായിട്ട്. സെക്സ് പടം കാണാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അവകാശം ഞാൻ സഫലീകരിച്ചു കൊടുക്കും. ഒരേ ബഹുമാനപ്പെട്ട ഭരതൻ, താങ്കളെ പോലുള്ളവരെയാണ് ഈ നാടിനും ഞങ്ങളെ പോലുള്ളവർക്കും ആവശ്യം. ബഹുമാനപ്പെട്ട അബ്ദുള്ള, തൽക്കാലം പോയിട്ട് 3 മാസം കഴിഞ്ഞു വാ. അപ്പോഴേക്കും ഈ ടാക്കീസിന്റെ സ്ഥാനത്ത് മൂർക്കമ്പറമ്പിൽ ടാക്കീസ് ആയിരിക്കും. ബഹുമാനപ്പെട്ട ഭരതൻ, അപ്പോൾ നമുക്ക് ഉദ്ഘാടന ദിവസം കാണാം. ശരി ബഹുമാനപ്പെട്ട അബ്ദുള്ള. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ബഹുമാനപ്പെട്ട ഭരതൻ. പോയിട്ട് വരൂ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള അവളന്മാരുടെ അടിയും കൊണ്ട് ടൈയും കോപ്പും ഇല്ലാതെ ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ. പാവം. എന്റെ നാട്ടുകാരനായ ഉണ്ണികൃഷ്ണല്ലേ ഇവൻ? ഇവനെന്താ ഇവിടെ? സിനിമ തുടങ്ങാൻ സമയമായില്ലല്ലോ. എന്തായാലും ഈ കൊല്ലത്തിൽ ഇവൻ എന്നെ കാണണ്ട. വാച്ച് ചെയ്യാം, കാര്യങ്ങൾ അറിയാലോ. മോളെ തച്ച് കഴിഞ്ഞെങ്കിൽ ആ തുണി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. വിമലെ, ഈ പ്രാവശ്യത്തെ ചിട്ടി ഞാൻ പിടിക്കും കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണൻ. വരൂ. വലിയ പണിയൊന്നുമില്ല. ഈ 15 17 ആക്കണം, ഈ 22 25 ആക്കണം. എത്രയാ കൂലിന്ന് വെച്ച് കഴിഞ്ഞാ ഐഡമ്മയോട് പറഞ്ഞാ മതി. ഇത് നിസ്സാര പണിയാ, ഇതിന് കൂലിയൊന്നും വേണ്ട. അത് പറ്റില്ല. ആരും ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ തുടങ്ങിക്കോളും. അല്ല, ഈ ചെറുക്കനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അയ്യോ, ഒരു പാവാ. എന്നാലും വന്ന സ്ഥിതിക്ക് എഴുതി കഴിഞ്ഞിട്ട് പോ. അയ്യോ, അതൊരു മര്യാദക്കാരനാ.
അതിനെ നോക്കി നിന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോവും. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. ഹലോ, കുറച്ച് മണ്ണെണ്ണ വേണമായിരുന്നു. ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ടെന്ന് കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. മണ്ണെണ്ണ കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ. ഇതൊക്കെ പണിക്ക് വരുമ്പോ കൊണ്ടുവന്നൂടെ? അയ്യോ, ഞാൻ പണിക്കാരനൊന്നുമല്ല, നെയ്ബറാ. പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോദിച്ചില്ല. ഇനി വേറെ വല്ലതും വേണ്ടി വരുമോ ആവോ? വേണ്ടി വരും. എന്തോ ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞ എനിക്ക് പോകായിരുന്നു. വെറുതെ അയ്യോ പരദൂഷണോ ആർപ്പവയ്ക്കലും പോരാഞ്ഞിട്ട് പൊളിച്ചോടാൻ തുടങ്ങിയോടാ. അല്ല വരാതി. അയ്യോ അയ്യോ, എന്റെ കണ്ണിന് കണ്ണിന് മുളക് പൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? ഫയർഫോഴ്സിനെ വിളിക്ക്. അയ്യോ, ഫയർഫോഴ്സിനെ വിളിക്കാൻ. പോകുന്ന പോക്ക് കണ്ടില്ലേ, നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനോട്ടൊന്നും കൊടുക്കണോന്ന് വിചാരിച്ചിട്ട്. ഈ നാറിയാ നമ്മുടെ പോസ്റ്റൊക്കെ രാത്രിയിൽ വലിച്ചേറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം. ഡാ, എന്താ അവിടെ? മണ്ണെണ്ണ എടുക്കാനാ. എന്നാ കിട്ടിയേക്ക് പൊക്കൂടെ? ഏ? ഓ, നാളെ നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല കടിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അത് വേണമെന്നില്ലേട്ടാ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ശുഭകാര്യങ്ങളാണ്. അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. വേണ്ട, കമലാസൻ ചേട്ടൻ പറയുന്ന ഏത് കാര്യവും നടന്നോണ്ട് പറയാം. പറ. എന്നാ പിന്നെ പറയാല്ലേ. മിടുക്കൻ, അതിലുപരി ദൈവവിശ്വാസി, വിവാഹിതൻ, തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. അയ്യോ, അത് കൊള്ളാലോ. നിയമപരമായി ബന്ധം വേർപെടുത്തി ഫ്രീ ആയിട്ട് ഇപ്പൊ 10 വർഷമായി. വിമല എന്ന് കേട്ടപ്പോ ഒറ്റ പിടുത്തവാ, പിന്നെ വിടുന്നേ ഇല്ല. എന്താ ചേട്ടാ, പിടിക്കാനായിട്ട് അയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടാക്കീസിൽ വന്നപ്പോ ഈ വിമലെ മതി വരുവോൾ അയാള് കണ്ടു. അത് പിന്നെ എനിക്കൊരു സ്വൈര്യവും തന്നിട്ടില്ല. എന്തുവാ ആലോചിക്കട്ടെ. പിന്നെ രണ്ടാം കെട്ടാണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്, ചേർച്ച. തിരുവമ്പാടി പാറമേക്കാവും പോലെ. തൽക്കാലം തിരുവമ്പാടി അവിടെയും പാറമേക്കാവ് ഇവിടെയായിട്ട് നിൽക്കട്ടെ കേട്ടോ. അല്ല പിന്നെ പോലെ പോയല്ലേ, അങ്ങനെ അങ്ങ് പോയാലോ. കമലാസ് ചേട്ടാ, ഒരുപാട് ജോലി ഉണ്ടെന്ന് ചെന്നാട്ടെ. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ 4 ആളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അല്ലേ ഇടൂ. പിന്നെ ഐഡമേ, കുറച്ച് ഉത്തരവാദിത്തം എടുത്തേ. എന്താ വിമല ഇത്? ചേട്ടൻ കൊടുത്തു വിടട്ടെ. എന്നാ അത് എന്തുവാ ഇത്? ചോദിച്ചാലും 10,000 1000 ഒക്കെ ഇങ്ങനെ എടുത്ത് അങ്ങ് തരുവാ. വേണ്ടേ? അത് പിടിക്ക്. എന്നാലും അനുകൂലമായിട്ടൊരു മറുപടി. ഒരുപാട് സമയം കിടക്കല്ലേ ചേട്ടാ, തൽക്കാലം ചേട്ടൻ ചെന്നാട്ടെ. എന്നെ വാശി പിടിപ്പിക്കരുത് കേട്ടോ. കുറെ നാളായി ഞാൻ ഈ ടാക്കീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ 4 പേരുടെയും കല്യാണം നടത്തിയിട്ട് ഈ കമലാസനൻ പളനി പോയി ഈ തലമുട്ടയടിക്കും. അയ്യോ, ഇതിനകത്ത് ഇനി എന്തോന്ന് അടിക്കാൻ? എന്നാ പിന്നെ മീശ എടുക്കല്ലോ. ഇനിയിപ്പോ അയാളോട് ഞാൻ എന്തോ പറയും. ഈ പേരും പറഞ്ഞ് 4 ദിവസമായിട്ട് 4 ഫുൾ ചിക്കനും അടിച്ചിട്ട് നിക്കുക. അയ്യോ, ഇതുങ്ങൾ എന്നെ കൊല്ലും. ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അതെ അതെ. പണ്ട് നിന്നെ കൊണ്ട് ഞാൻ ഷാപ്പിൽ പോയി, ഓർമ്മയുണ്ടോ? കുടിച്ച് ഷാപ്പ് മുഴുവൻ ഛർദിച്ച് നാട്ടിച്ച് നിന്നെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അതിന് അമ്മയുടെ നല്ല ചീത്ത ആശാൻ കേട്ടില്ലേ? ആട്ടെ, നീ എപ്പോഴാ ജോലിക്ക് കയറേണ്ടത്? ഇപ്പൊ തന്നെ താമസിച്ചു. അതുകൊണ്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാണ്. അത് ശരി. വേണു നാട്ടിലെത്തിയ വിവരം വിമല അറിഞ്ഞോ? ഇല്ല. ഇപ്പോഴും ഈ മനസ്സിൽ വിമലയാണെന്ന് എനിക്കറിയാം. ഒരു ഗ്രൗണ്ട് സപ്പോർട്ടായി. മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. വിമലയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചതുമില്ല. വേണ്ട ആശാനെ, ഞാൻ പോവുക. വീട് വൃത്തിയാക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. വരണേ, വരാതിരിക്കരുത്. വരാം. ആ ഇനി ഏതായാലും ഒരു കൂട്ടായി
സാർ സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ പഞ്ചായത്തിൽ നിന്ന് വല്ലതും ഒപ്പിച്ചെടുക്കാനാണോ? പഞ്ചായത്ത് നല്ല സാർ, ബാങ്കിൽ നിന്ന്. സാറ് ലോൺ എടുക്കാൻ ആഗ്രഹിച്ച അതേ ബാങ്കിൽ നിന്ന്. ഞാൻ ലോൺ എടുക്കാൻ ആഗ്രഹിച്ച ബാങ്കോ? ഉണ്ണികൃഷ്ണൻ ചെല്ല്, അകത്ത് പോയി ആശാൻ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കും. ചെല്ല് സാർ പ്ലീസ്, ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന്. ജാമ്യം നിൽക്കേണ്ട കേസാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. എന്നാ പോ. വട്ടന്മാരോട് ഇടപഴകുമ്പം വളരെ സൂക്ഷിച്ചു വേണം. സംശയിക്കണ്ട, വേണുഗോപാൽ തന്നെയാണ്. അല്ല, എന്താ ഇവിടെ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട്. വളരെ വൈകിയാണെങ്കിലും സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റി. ഇനിയിപ്പോ നമ്മുടെ നാട്ടുകാരെയും ഇഷ്ടപ്പെട്ടവരെയൊക്കെ എപ്പോഴും കാണാമല്ലോ. ഇന്ന് മിഥുനമാസത്തിലെ കാർത്തികയ, വിമലയുടെ ജന്മദിനം. വേണ്ടപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, തനിച്ചാണോ വന്നത്? അനിയത്തി കുട്ടികള് വീട്ടിലുണ്ട്. എന്റെ പിറന്നാൾ പ്രമാണിച്ച് സദ്യ ഒരുക്കുക. അവരൊക്കെ എവിടം വരെയായി? ഗംഗ PG കഴിഞ്ഞു, യമുന ഡിഗ്രി ഫൈനല്, ഉണ്ണിമായ ഡിഗ്രി ഫസ്റ്റ് ഇയർ. സാറേ വല്ലതും തരണേ. കൊടുക്കല്ലേ വേണു? ഇയാള് പാവാന്ന് വിചാരിച്ച് ഞാൻ വല്ലപ്പോഴും വല്ലതും കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആ സ്കൂളിന് മുമ്പിൽ നോക്കിയപ്പോ ഇയാള് കുടിച്ച് പൂസായിട്ട് ഇതാ ഇങ്ങനെ കിടക്കുക. ഒപ്പം വിശന്ന് തളർന്ന് 2 കുട്ടികളിരുന്ന് കരയുന്നു. സ്വന്തം മക്കളെ നോക്കാത്ത ഇവറ്റകൾക്കൊന്നും ഒരു വക കൊടുത്തു പോരുത്. ദുഷ്ടൻ. പോടോ, മെയ്യാണെങ്കിൽ പണിയെടുത്ത് മക്കളെ പറ്റാൻ നോക്ക്. പോടോ, മിഴിച്ചു നിൽക്കാതെ. മേലി പരിസരത്ത് കണ്ടുപോരുത്, ജന്തു. സോറി വേണു, ഞാൻ പറഞ്ഞതപ്പം കൂടിപ്പോയോ? ഏയ്, ഒട്ടും കൂടിയിട്ടില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇപ്പൊ പിള്ളേർ അടുക്കള മറിച്ചിട്ടിരിക്കുകയായിരിക്കും. താനെന്താടോ ഇവിടെ? സാറിനെ കാണാൻ തന്നെ വന്നത്. ആ ലോണിന്റെ കാര്യമല്ലേ, അത് നമുക്ക് ശരിയാക്കാം. ശരിയാക്കിയാൽ മാത്രം പോരാ, പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം. ലോൺ പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം? ആ, അത് ഞാൻ ഏറ്റു. സാറിന് എനിക്ക് വിശ്വസിക്കാലോ? 100% വിശ്വസിച്ചോളൂ. നീ ഇവിടെ 7-8 വർഷം മുമ്പ് ചായക്കട നടത്തുന്ന മാധവൻ ചേട്ടന്റെ വീട്ടിലെ എരുമയെ മോട്ടിച്ചു വിട്ട ഞാൻ പിടിക്കപ്പെട്ടപ്പോ നാട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. അല്ല, ഇവിടെ എന്താ പരിപാടി? അതിവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും കോടീശ്വരനുമായ മൂർക്കമ്പറമ്പിൽ പാപ്പച്ച മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല താമസം, നല്ല ശമ്പളം, നല്ല ചാപ്പാട്. അപ്പൊ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ അപ്പൊ നാട് വിടാൻ തോന്നിയ നിന്റെ ഭാഗ്യം. എല്ലാത്തിനും അതിന്റേതായ ഒരു റൂട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണ. പക്ഷെ നീ രക്ഷപ്പെട്ടെങ്കിലും നിന്റെ മുഖത്തിപ്പോഴും ആ ഒരു കള്ള ലക്ഷണമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ല. ലോകത്തിലെ എല്ലാ വലിയ മനുഷ്യരുടെ മുഖത്തും ഒരു കള്ള ലക്ഷണം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, മഹാരാജ ടാക്കീസിലെ 4 ലേഡീസുമായിട്ട് നിനക്കെന്താ അടുപ്പം? ഞങ്ങള് നൈബേഴ്സ് അല്ലേ? അത് പറഞ്ഞല്ല, അല്ലാതെ നിനക്കെന്താ ഒരു ഇക്കുമത്ത്? അതൊക്കെ ഉണ്ട്. എങ്ങനൊക്കെ? നീ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോടും പറയില്ല, നീ പറ. എടാ, അവിടുത്തെ ഗംഗ അല്ല, യമുന അല്ല, പിന്നെ ഉണ്ണിമായ. അതെ. എടാ കള്ള, ആ കുട്ടി എപ്പോഴും എന്നെ ഫോൺ ചെയ്യും. മിസ് കോളാ? അല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ആ കുട്ടി പാട്ട് പാടും. എന്തൊക്കെ തമാശകളാ കുട്ടി പറയുന്നേ. ആ കുട്ടി തമാശ പറയും, പാട്ട് പാടും. പിന്നെ എടാ കള്ള, അവൾക്ക് ഇൻകമിംഗ് അല്ലേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലല്ലോ. അവള് സംസാരിക്കാത്ത പെണ്ണല്ലേ. എന്നോട് വേണോ നിന്റെ നമ്പർ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ? ഹേയ്, അവിടം വരെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. അവളെ പ്രേമിച്ച് എത്രയും വേഗം നീ അടിച്ചോണ്ട് പോകുന്ന നിന്റെ മിടുക്ക് തന്നെയല്ല, പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരൻ എന്ന നിലക്ക് അവൾ അടിച്ചോണ്ട് പോകാനുള്ള ടാക്സിയും അതിനുള്ള പണവും ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ? അയ്യോ, നീ ആരോടും പറയല്ലേ? ഇല്ല, ആരോടും പറയില്ല. അപ്പോ നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിമല നിസ്സാരക്കാരിയല്ല, അവൾ ഝാൻസി റാണിയാണ്. അവളുമായി പടവെട്ടി യുദ്ധം ചെയ്ത് ഞാനും മുതലാളിയും കൂടി നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇത് ഭരതവാക്യം. തൽക്കാലം നീ ഇത് വെച്ചോ. എന്തിനാണെന്നാ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം സംഘടിപ്പിച്ചോളാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി. ഓക്കെ? ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റോ? ആർക്ക്? പഞ്ചായത്ത് പ്രസിഡന്റായ എനിക്കും എന്റെ ഫാമിലിക്കും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. മോൻ വന്നാട്ടെ. വാപ്പച്ചി കൂടെ ഉള്ളപ്പോ എന്തിനാ മോനെ ടിക്കറ്റ്? പിന്നെ അല്ലാതെ. കേറി ഓടി. ടിക്കറ്റോ? മോക്ക് എന്നെ മനസ്സിലായില്ലേ?
ഞാൻ ബഷീർ കോയാപ്പറമ്പിൽ. ഞാനാ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതറിയാം, പക്ഷേ ഇത് പഞ്ചായത്ത് ഓഫീസ് അല്ലല്ലോ, ഇത് സിനിമാ തിയേറ്റർ അല്ലേ? ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ പടം കാണുന്നത് നിനക്ക് കാണണോ? നിന്റെ ചേച്ചി എവിടെ? ആ വിമല വിളിക്കടി അവളെ. ദേ എടി പൊടിന്നൊക്കെ ഇവരെ വിളിച്ചാ മതി, ഇങ്ങോട്ട് വേണ്ട. പടം തുടങ്ങാൻ സമയമായി, എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യണം. എന്താ ഇവനെ? ചേച്ചി എന്താ? വിമല വന്നോ? എന്റെ വിമലെ, ഞാനും എന്റെ ഫാമിലിയും കൂടെ ഇവിടെ സിനിമ കാണാൻ വന്നതാ. ഓ സന്തോഷം. അപ്പോഴാ നിന്റെ അനിയത്തി ടിക്കറ്റ് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ പൊന്നു സാറേ, 5 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത ഈ പ്രശ്നം അങ്ങ് തീരില്ലേ? സാറ് കാശിങ് തന്നട്ടെ, ഞാൻ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാം. 5 പേർക്ക് ടിക്കറ്റ് എടുക്കാൻ ഈ ബഷീറിന് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിനക്കറിയാവല്ലോ, 2 ആഴ്ച മുമ്പ് ലക്ഷങ്ങൾ പൊടിച്ച ഞാൻ എന്റെ മോളുടെ നിക്കാഹ് നടത്തിയത്. എനിക്ക് സൗകര്യമില്ല ഈ തുക്കട തിയേറ്ററിൽ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ. ബാവക്കളെ, നമുക്ക് പോവാം. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്ന? 4 വർത്താനങ്ങ് പറയാറുന്നില്ലേ? സമാധാനപ്പെട്. സാർ ഒന്നിക്കണേ. സാർ ഒരു മിനിറ്റ് സാർ. പഞ്ചായത്തിന് ടാക്സ് കൊടുത്തും ഭാരം കൂടിയ കറണ്ട് ബില്ല് മുടങ്ങാതെ അടച്ചും വളരെ കഷ്ടപ്പെട്ട ഞങ്ങൾ ഈ തുക്കട തിയേറ്റർ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്നും ഒരു സൗജന്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങൾ പ്രത്യേകിച്ചും തിരക്കുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേട്ടോ? വേണ്ട, ഇനി നിന്റെ ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ട. പക്ഷെ നീ ഒന്നോർത്തു, താമസിയാതെ നീ അറിയും. വിമലെ, കണ്ണു പൊട്ടുന്ന 2 ചീത്ത വിളിക്കണമായിരുന്നു. ചീത്ത കേൾക്കാനും വേണ്ട അയാൾക്കൊരു അന്തസ്. അത് ശരി. നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ. ചെല്ലേ.